रूठी है शब्द रब्बा, रब्बा दिल भी है रूठा। सब कुछ है बिखरा बिखरा, बिखरा सा रूठा रूठा। चुप माही चुप है रांझा, बोले कैसे वे ना जा, बोले कैसे वे ना जा जा जा। बोले कैसे वे ना जा, बोले कैसे वे ना जा। चुप माही चुप है रांझा जा जा। वे मेरा टोला नहीं आया टोला, वे मेरा टोला नहीं आया टोला, वे मेरा टोला नहीं आया टोला, वे मेरा टोला नहीं आया टोला। और अब भी खेल है खेले, रोज लगावे मेले, कहंदा कुछ ना बदला, झूठ बोले हर वेले। और अब भी खेल है खेले, रोज लगावे मेले, कहंदा कुछ ना बदला, झूठ बोले हर वेले। चुप माही चुप है रांझा, बोले कैसे वे ना जा, बोले कैसे वे ना जा जा जा। बोले कैसे वे ना जा, बोले कैसे वे ना जा। चुप माही चुप है रांझा जा जा। नी मैं रज रज हिजर मनावा, नी मैं खुद तो रस मुड़ जावा। ओ नी मैं रज रज हिजर मनावा, नी मैं खुद तो रस मुड़ जावा। कल्ली पीड़ च बैठी तेरी पीड़ में बैठी, रुसिया रांझा वे मेरा, मैं भी कम न ऐठी। कल्ली पीड़ च बैठी तेरी पीड़ में बैठी, रुसिया रांझा वे मेरा, मैं भी कम न ऐठी ऐठी। चुप माही चुप है
വെച്ചരാ നേരം തൊട്ടേ എന്തിരിൽ തുമ്പിലെന്നും തൂങ്ങി കുഞ്ഞു മോഹങ്ങൾ കാണും പെണ്ണാടേ. നിൻ കുറുമ്പുകൾ കുറുതലോടലായി കൂട്ടുനിന്ന കാലം ഈ കുഞ്ഞു കണ്ണിലെ പുഞ്ചിരി കണ്ടു ഞാൻ. വെച്ചരാ നേരം തൊട്ടേ എന്തിരിൽ തുമ്പിലെന്നും തൂങ്ങി കുഞ്ഞു മോഹങ്ങൾ കാണും പെണ്ണാടേ. പോളിന്റെയും ശ്രീമതി ആനി പോളിന്റെയും അതോടൊപ്പം ശ്രീ ജോസഫ് പുറത്തൂർ പള്ളിക്കുന്നത്തിന്റെയും ശ്രീമതി ത്രേസ്യ ജോസഫിന്റെയും പേരക്കുട്ടിയാണ് അന്ന എന്ന് ഓർമ്മിപ്പിക്കട്ടെ. ശ്രീ അന്നയുടെ മാതാവ് ശ്രീമതി പുഷ്പം അരിമ്പൂരിലെ പുറത്തൂർ പള്ളിക്കുന്നത്ത് ജോസഫ് ത്രേസ്യ ദമ്പതികളുടെ 6ാമത്തെ പുത്രിയാണ്. നമുക്കറിയാം, ഇന്ന് വിവാഹാഘോഷങ്ങൾ 1-2 ദിവസങ്ങളിൽ ഒതുങ്ങുന്നില്ല. കാലം മാറി പല ദിനങ്ങളിലേക്കും ആഴ്ചകളിലേക്കും കടക്കുന്ന ഉത്സവമായി അത് മാറിയിരിക്കുകയാണ്. വിവാഹത്തിന്റെ സെലിബ്രേഷൻ നീണ്ടു പോകട്ടെ. പിന്നീടുള്ള വിവാഹ ജീവിതത്തിന് അതൊരു മേമ്പടിയാവട്ടെ. നമ്മുടെ ഇന്നത്തെ സന്തോഷത്തിന്റെ നടുവിൽ അന്നയെ കാണുവാൻ ഇതിന് കാരണഭൂതനായ അതിവിശിഷ്ടാതിഥി ഇവിടെ സന്നിധനായിട്ടില്ല. മറ്റാരുമല്ല, അന്നയുടെ പ്രതിശ്രുത വരൻ ഷിദിൻ പോ. നിങ്ങൾക്കറിയാം, കണ്ണൂർ സ്വദേശിയായ ഷിദിൻ ISRO ഉദ്യോഗസ്ഥനാണ്. കണ്ണൂർ കണിച്ചാറിലെ ശ്രീ തോമസ് തട്ടിലിന്റെയും ശ്രീമതി സിറിൽ തോമസിന്റെയും പുത്രനാണ്. ഡോക്ടർ അന്ന ചൈന കണ്ട ഡോക്ടറാണ്. മാമ്പള്ളിയുടെ ഈ ശീലത്തിലെ ആദ്യ ഡോക്ടർ എന്ന ബഹുമതിയും അന്നയ്ക്കുണ്ട്. അന്നയുടെ തലതൊട്ടപ്പൻ ശ്രീ ജോൺ കുട്ടി, അന്നയുടെ തലതൊട്ടമ്മ ശ്രീമതി ഷൈനി ജോൺ കുട്ടി ഈ വേദിയിലുണ്ടെങ്കിൽ പ്ലീസ് അവരൊന്ന് എഴുന്നേറ്റ്. പിന്നെ താങ്ക് യു. സിറ്റ് ഡൗൺ പ്ലീസ്. അടുത്ത കർമ്മമാണ് ഇന്നത്തെ ഏറ്റവും വിശിഷ്ടമായ കർമ്മം. അതിനിടയ്ക്ക് ഒരു പ്രാർത്ഥനയുണ്ട്. ജാക്സൺ ഫിലിപ്പിന്റെ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. സമാധാനവും പ്രത്യാശയും എപ്പോഴും എന്നേക്കും നമുക്ക് പ്രാർത്ഥിക്കാം. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവ്വേശ്വരൻ അങ്ങ് ഞങ്ങളുടെ മധ്യസന്നിധിയായിരിക്കുന്നുവെന്നും അതിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു. അങ്ങ് ഞങ്ങൾക്ക് നൽകിയിട്ടുള്ള അനുഗ്രഹങ്ങൾക്ക് ഞങ്ങൾ നന്ദി പറയുന്നു. ഞങ്ങളുടെ പ്രിയപ്പെട്ട അന്ന ഞങ്ങൾക്ക് നൽകിയതിലും വിവാഹബന്ധത്തിലേക്ക് ഉയർത്തിയതിലും അങ്ങ് പ്രദർശിപ്പിച്ച കാരുണ്യാതിരേഖത്തെ ഞങ്ങൾ വാഴ്ത്തുന്നു. ഇവരുടെ ദാമ്പത്യ ജീവിതം മധുരതരവും ക്ലേശരഹിതവുമാക്കി ഇവരെ അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സകലത്തിനെ നാഥ എന്നേക്കും ആമേൻ. കാനായിലെ വിവാഹ വിരുന്നിന് വെള്ളം വീഞ്ഞാക്കി മാറ്റിക്കൊണ്ട് ദമ്പതികളോട് സ്നേഹം പ്രകടമാക്കി കാരുണ്യവാനായ കർത്താവെ, വിവാഹത്തിന് ഒരുക്കമായി ഞങ്ങളുടെ പ്രിയപ്പെട്ട അന്ന അനുഭവിക്കാൻ പോകുന്ന ഈ മധുര ഭോജ്യത്തെ ദയാപൂർവ്വം ആസ്വദിക്കണമേ. ഈ ഭോജന വസ്തു പകരുന്ന മാധുര്യം പോലെ ഇവരുടെ കുടുംബജീവിതം എന്നും മാധുര്യപൂർണ്ണമായും ഭവിക്കട്ടെ. അങ്ങേക്കും സംപ്രീതമായ സംസാരവും പെരുമാറ്റവും വഴി ഇവർ പരസ്പരം മധുരതരമായി പെരുമാറട്ടെ. അവർ എന്നും അങ്ങയുടെ സ്നേഹമാധുര്യം നുകർന്നു അനുഭവിക്കുവാൻ ഇടയാവുകയും ചെയ്യട്ടെ. സകലത്തിനെയും നാഥ എന്നേക്കും ആമേൻ. മധുരം വെപ്പാണ്. നമ്മുടെ അന്ന ബ്രൈറ്റിന് മധുരം വെപ്പാണ്. ആദ്യത്തെ 3 പ്രാവശ്യം പറയണോ? എനിക്ക് വലിയ പരിചയമില്ല. 3 പ്രാവശ്യം ചൊല്ലിയതിന് ശേഷം അവരോട് മധുരം എടുക്കാൻ പറയാം. 3 പ്രാവശ്യം വയ്ക്കണോട്ടൊന്നാവുന്നു. തുടങ്ങിക്കോ. സ്റ്റേജ് മധുരം കൊടുക്കട്ടെ. കൊടുത്തോളൂ. കേട്ടില്ല. അന്നമോൾക്ക് മധുരം കൊടുക്കട്ടെ.
അന്നമോൾക്ക് മധുരം കൊടുക്കട്ടെ. മകൾ അന്നയെ അനുഗ്രഹിക്കണമേ. ഇവരുടെ ദാമ്പത്യ ജീവിതത്തിൽ നിന്നും അങ്ങേക്ക് പ്രീതികരമായി ഭവിക്കട്ടെ. ഇവരുടെ ജീവിതത്തിലെ കയ്പുകളെ മാധുര്യമാക്കിയും സഹനങ്ങളെ സുഹൃതങ്ങളാക്കിയും മാറ്റുവാനുള്ള കഴിവ് ഇവർക്ക് പ്രദാനം ചെയ്യണമേ. സകലത്തിനെയും നാഥ എന്നേക്കും ആമേൻ. ഉഷ ആൻറ്റി പുതിയ തലമുറയ്ക്ക് ഒരു പ്രചോദനമാണ്. സ്കൂളുകളിലും കോളേജുകളിലും നൃത്തവേദികളിൽ നിറഞ്ഞു നിന്ന് സമ്മാനങ്ങൾ വാരിക്കൂട്ടിയ ആളാണ് ഉഷ ചേച്ചി. ഞങ്ങൾക്ക് എടുത്തു പറയാവുന്നത് ഏറ്റവും പറയാവുന്നത് ഇപ്പോഴും വയസ്സെത്രയായാലും കണ്ടാൽ എന്താ. എന്നോട് പല പ്രാവശ്യവും പറഞ്ഞിട്ടുണ്ട്, ഷാജെ നിന്നെ കണ്ടാൽ എന്താ, തിരിച്ച് അതേപോലെ നോക്കൂ എന്താ. ഓക്കെ, എന്നോട് പല പ്രാവശ്യവും പറഞ്ഞിട്ടുണ്ട്, ഷാജെ നിന്നെ കണ്ടാൽ എന്താ, തിരിച്ച് അതേപോലെ നോക്കൂ എന്താ. ഓക്കെ, ഈ കർത്തവ്യം ഇവിടെ എന്റെ ചടങ്ങ് അവസാനിക്കുകയാണ്. എൻ്റെ ഈ മധുരം വെപ്പ് ചടങ്ങില് ഇരട്ടി മധുരം ഉണ്ട്, 2 മധുരമുണ്ട്. ഒന്ന് ഇന്ന് രാവിലെ ഇറങ്ങിയതാണ്, ഒന്ന് ഇന്നലെ വൈകിട്ട് സ്റ്റാറ്റസിൽ ഇറങ്ങിയതാണ്. നമ്മുടെ ഷാജി വെലിപ്പിന് ബർത്ത്ഡേ ആണ്, ഫസ്റ്റ് മധുരം. അത് പറയുന്നു പറയാൻ പറയും. രണ്ടാമത്തെ മധുരം അനൗൺസ് ചെയ്യാൻ മെറിച്ചേച്ചിയാണ് ശരിക്കും യോഗിയായിട്ടുള്ള ആൾ. മെറിച്ചേച്ചി പ്ലീസ് കം ഓൺ ടു ദി സ്റ്റേജ് പ്ലീസ്. എൻ്റെ ചേച്ചി ഷെറി 4th ഗ്രാൻഡ് ചൈൽഡായി ഇന്ന് കാലത്ത്, 4ാമത്തെ ആൺകുട്ടി. ഭയങ്കര സന്തോഷം ന്യൂസ് ആയിരുന്നു. ഇന്ന് ചേച്ചി വരേണ്ടതായിരുന്നു, പക്ഷെ കൊച്ചുണ്ടാവുന്ന ഒരു പ്രതീക്ഷയിലാണ് വരാണ്ടിരുന്നത്. 11 ദിവസം മുമ്പായിരുന്നു. സോ ദാറ്റ്സ് വെരി. എനിക്കും അറിയില്ല, ആർക്കും അറിയില്ല. ഈ 27/11 പറഞ്ഞപ്പോൾ തന്നെ ഞാൻ വിചാരിച്ചു ഇത് ഇന്നിവിടെ പറഞ്ഞിട്ടുള്ള കാര്യമല്ലോ. ഇത് പറയുന്നതിനേക്കാൾ ഉപരി 3 ഇണക്കുരുവികളാണ് ഞങ്ങളുടെ ഈ മാമ്പള്ളി കുടുംബത്തിൽ ഇന്ന് സെയിം ഡേറ്റിൽ ബർത്ത്ഡേ ആഘോഷിക്കേണ്ടത്. അതിൽ ഒരു ഇണക്കുരുവി പറന്നുപോയി, ബാക്കി 2 പേരാണുള്ളത്. അതിൽ 2ാമത്തെ ആളും ഇവിടെ വേദി പങ്കിടാൻ വന്നിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഞങ്ങളുടെ മൂത്ത സിസ്റ്റർ ജസ് ചേച്ചി, പ്ലീസ് എല്ലാവരും ഒന്ന് കാണട്ടെ, വരൂ. ഈ ചേച്ചിയാണ് മാമ്പള്ളി ഞങ്ങളുടെ 2ാമത്തെ ആള്. മൂത്ത് പറന്നു പോയത് എൻ്റെ അമ്മയാണ്. കുരുവി നിങ്ങളെല്ലാവരും അറിയിച്ചു എന്ന് മാത്രട്ടാ, ഇന്ന് എൻ്റെ ബർത്ത്ഡേ ആണ്. ഓക്കെ, താങ്ക് യു, താങ്ക് യു, താങ്ക് യു. തൊട്ട അവര് 2 പേരും വേദിയിലേക്ക് കടന്നു വരാനായി ഇല്ലേ, തലോട്ടമില്ലേ? വലിയ અને ભૂલો બધી વાત પ્રેમની આ મૌસમ છે. अब आओ मेरे पास, रह जाओ मेरे साथ, प्रेमनी आ मौसम छे. हो गई रात
सारी रात, सारी सारी रात। छुप छुप के मुझे देखा तू कर सारी सारी रात, सारी सारी रात। मिल जाए मुझको अगर साथ तेरा तो भूलूं मैं सारा जहां। चौगाड़ा तारा, चबीला तारा, रंगीला तारा, रंग बेर जुए तारी बात रे। चौगाड़ा तारा, ओरे चबीला तारा, ओरे रंगीला तारा, रंग बेर जुए तारी बात रे। चौगाड़ा तारा, ओरे चबीला तारा, ओरे रंगीला तारा, रंग बेर जुए तारी बात रे।
ജൂനിയേഴ്സ് ഷോയുടെ മത്സരമാണ്. കുറച്ച് അങ്കിൾ സലാൻസ്, ചാർലി വിലിപ്പൻ, വലിയച്ഛൻ, കുഞ്ഞച്ഛൻ ആൻഡ് അവരുടെ ഭാര്യമാര്, പിന്നെ അമ്മച്ചിയുടെ സൈഡിൽ നിന്നും സജിച്ചേട്ടൻ, സെവിലി ചേച്ചി, നൈന ചേച്ചി, ടിനോ ചേട്ടൻ, നർ ചേച്ചി, എല്ലാവരെയും സ്റ്റേജിലേക്ക് വെൽക്കം ചെയ്യുന്നു. താങ്ക് യു. എല്ലാവരും കൈയടിച്ച് പ്രോത്സാഹിപ്പിച്ച് Thank you.
അപ്പോൾ അതിനെ പൈസയൊക്കെ കൂട്ടി കെട്ടിയമാർക്ക് സദ്യയൊക്കെ കൊടുത്ത് ഏറ്റവും പ്രിയപ്പെട്ട നമ്മുടെ കുടുംബാംഗങ്ങളെ, സുഹൃത്തുക്കളെ, അന്നയുടെ മധുരവയ്പ് ചടങ്ങിനാണ് ഞാനും നിങ്ങൾക്ക് ഒരുമിച്ച് ഇവിടെ പങ്കെടുക്കുന്നത്. ഞാനിവിടെ നിശ്ചയത്തിൽ തനിച്ചാറിൽ വെച്ചിട്ട് അത് പറഞ്ഞ പോലെ നിങ്ങളോട് പറഞ്ഞാൽ നിങ്ങളെ വിശ്വസിക്കില്ല. അവരെ ബോധ്യപ്പെടുത്താൻ വേണ്ടി പറഞ്ഞതാണ്. ഇന്നിപ്പോൾ അതങ്ങനെ അന്നനെ കുറിച്ച് കൂടുതൽ തനിച്ചാറുകാർക്ക് വിശദീകരിച്ച പോലെ പറയുന്ന കാര്യമില്ലല്ലോ. ഈ അന്ന ഞങ്ങളുടെ ഇച്ചാച്ചൻ്റെ ഏറ്റവും പെറ്റായിട്ടുള്ള കുട്ടിയായിരുന്നു. അതിനൊരു ഭാഗ്യം ലഭിച്ചിട്ടുള്ള കുട്ടിയാണ്. അച്ഛൻ്റെ കൂടെ പോളിനൊരു ഓപ്പറേറ്റർ പ്രശ്നം ഉണ്ടായിരുന്നു. ഞാനവിടെ ചെല്ലുമ്പോൾ അനാശായിട്ട് കുർബാന കഴിഞ്ഞ് തറവാട്ടിൽ ചെല്ലുമ്പോൾ അന്നേനെ വിളിക്കുള്ളൂ, അവനെ വിളിക്കില്ല എന്നുള്ളൊരു പരാതി അവന് അന്ന് മുതലേ ഉണ്ട്. ഓൾറൈറ്റിന് നിലവിലുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. അത്രമാത്രം ഞങ്ങളുടെ സ്നേഹവാത്സല്യങ്ങൾ ഏറ്റുവാങ്ങി വളരാനായിട്ട് അവസരം ലഭിച്ചിട്ടുള്ള ഒരു ഭാഗ്യം ലഭിച്ചിട്ടുള്ള കുട്ടിയാണ് അന്ന. അവിടെ ഞാനതുപോലെ അവരുടെ പഠനകാലത്തിലും പാഠകാലത്തിലുമൊക്കെ നന്നായി ശ്രദ്ധിച്ച് മുന്നോട്ട് പോകാനായിട്ട് സാധിച്ചു എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. അതിനേക്കാളൊക്കെ ഉപരിയായിട്ട് ഞങ്ങളുടെ കുടുംബത്തിൽ ഏറ്റവും ദൈവഭക്തി പ്രകടിപ്പിച്ചിട്ടുള്ള ഒരു പെൺകുട്ടി തന്നെയാണ്. എല്ലാ ദിവസവും കുർബാനയ്ക്കുള്ള കുർബാന കൈക്കൊള്ളുക, ഇങ്ങനെയുള്ള ഒരു ജീവിതം ചെറിയ പ്രായം മുതൽ ഇപ്പോഴും നാട്ടിലുണ്ടെങ്കിൽ അത് മുടക്കം വരാതെ കുർബാനയ്ക്ക് കൂടുക, പാട്ട് പാടുക, അതൊക്കെ ഒരു ജീവിതപരമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിച്ചതുകൊണ്ട് തന്നെയാണ് ജീവിതത്തിൽ വിജയികളെ കരസ്ഥമാക്കുന്നതിൻ്റെ പ്രധാന കാരണമാണ്. ജീവിതത്തിൽ വിജയിച്ചൊരു യുവതി വിവാഹത്തിലേക്ക് പ്രവേശിക്കുകയാണ്. ഡോക്ടറേറ്റ് കഴിഞ്ഞു. ഞാനൊരു ഹോസ്പിറ്റൽ നടത്തുന്ന കാരണം കൊണ്ട് പുറത്തുപോയി പഠിച്ചിട്ട് വരുന്ന കുട്ടികളുടെ സ്ഥിതി എനിക്കറിയാം. 3-4 കൊല്ലം ഇവിടെ പ്രാക്ടീസ് ചെയ്യാനുള്ള പരീക്ഷ പാസ്സാവാൻ നടക്കുന്ന ആളുകളറിയാം. പക്ഷെ ആദ്യം ഞാൻ സാധിച്ചു എന്നുള്ളത് ഈ പാറ്റേൺ കഴിയുന്ന കുറേ ആളുകൾക്ക് പറ്റുന്നില്ല. 2-3 കൊല്ലം കഴിഞ്ഞ പരീക്ഷ പാസ്സാവാൻ കഴിയാതെ ട്രെയിനിയായിട്ട് നടക്കുന്ന ഡോക്ടർമാരെ ധാരാളം ഞാൻ നിത്യേന കാണുന്നത്. അതിന് വ്യത്യസ്തമായ ആദ്യ പരീക്ഷയിലാണ് പാസ്സായി. ഈ പോസ്റ്റ് ഗ്രാജുവേഷന് വേണ്ടി ശ്രമിക്കാനും അവരുടെ കോഴ്സ് പൂർത്തിയാക്കാനും അപ്പോൾ ജീവിതത്തിൽ വിജയമായിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കാൻ സാധിക്കുകയാണ്. ഒരു നല്ല വരനെ ഞങ്ങൾക്ക് അവർക്ക് ഉണ്ടാക്കി കൊടുക്കാൻ സാധിച്ചു. നല്ലൊരു മിടുക്കനായിട്ടുള്ള സംഭവം തൃശ്ശൂർക്കാരനാണെങ്കിലും കണ്ണൂരിൽ സെറ്റ് ചെയ്തിട്ടുള്ള ഒരു കുടുംബത്തിലെ ഒരു മകനെ തന്നെ ഞങ്ങൾക്ക് ഒരു വരദാനം പോലെ ലഭിച്ചിട്ടുള്ളത് യാഥാർത്ഥ്യമാണ്. അപ്പോൾ ഇനി അവരുടെ കുടുംബജീവിതമാണ് കൂടെ എല്ലാവരും നിങ്ങൾ ആശംസിക്കുന്നതാണല്ലോ. ഇനിയുള്ള കുടുംബജീവിതം ഏറ്റവും സന്തോഷകരമായി ഭവിക്കട്ടെ എന്ന് നമുക്ക് എല്ലാവർക്കും ആഗ്രഹിക്കാനും പ്രാർത്ഥിക്കാനൊക്കെ സാധിക്കുന്നത്. ഏറ്റവും നല്ലൊരു കുടുംബജീവിതം എനിക്ക് നല്ലൊരു ഫാമിലിയായിട്ട് ജീവിക്കാനും നമുക്കൊക്കെ മാതൃകയാവും. ഇനിയുള്ള പുതിയ തലമുറയിലെ കുട്ടികൾക്കും നിലവിലുള്ള മാതാപിതാക്കൾക്കും വധുവരന്മാർക്കും ഒക്കെ മാതൃകയാവാനും സാധിക്കട്ടെ. ഏറ്റവും അനുഗ്രഹപൂർണ്ണമായിട്ടുള്ള ഒരു കുടുംബജീവിതം എന്നെ നയിക്കാൻ സർവീസും ഇടവരുത്തിട്ട് പറഞ്ഞു. വെല്ലപ്പിനൊരു പാട്ട് പാടണം. വെല്ലപ്പിനൊരു പാട്ട് പാടണമെങ്കിൽ പാട്ട് ലൈൻസ് പാടണം, അല്ലാതെ വെല്ലപ്പിൻ്റെ സൂത്രം പറ്റില്ല. പറഞ്ഞ് പാട്ട് ആ ട്യൂണാക്കി അവസാനിപ്പിക്കലുള്ളൂ. അതുകൊണ്ട് ഞാൻ തയ്യാറാക്കി വന്നു. വയസ്സായാലും 71 വയസ്സിലേക്ക് വേണ്ട എനിക്ക് കന്നഡ. കാരണം നന്നായി ആ ലൈഫ് സ്റ്റൈൽ ശരിയാവുന്ന കാരണം കേട്ടോ. പള്ളിയാമ്പൽ കടവിലെന്നരയ്ക്കൂറെല്ലാം നമ്മളൊന്നായി തുഴഞ്ഞില്ലേ തോന്നുമ്പോഴൽ നമ്മുടെ നെഞ്ചിലാകെ അനുരാഗ കരിക്കിൻവെൽ അന്നു നെഞ്ചിലാകെ അനുരാഗ കരിക്കിൻ വെള്ളം താമരപ്പൂ നീ ദൂരെ കണ്ടു മോഹിച്ചു. അപ്പോൾ പാടെ ഞാൻ നീന്തി ചെന്നു പൂവ് പൊട്ടിച്ചു. പിന്നെ കണ്ടൊടിഞ്ഞ താമര ഞാൻ കൊണ്ടുവന്നു. പെണ്ണെ നിൻ കൈ കണ്ടു
താമരക്കാട് അന്തിയാമ്പൽ നമ്മളൊന്ന് തുഴഞ്ഞില്ലേ കൊതുമ്പൂവൽ നമ്മുടെ നെഞ്ചിലാകെ അനുരാഗ കരിക്കില്ല കാട് പൂത്തല്ലോ ഞാവൽ കാപഴുത്തല്ലോ ഇന്നും കാലമായില്ലേ എൻ്റെ കൈ പിടിച്ചിടാൻ നമ്മളൊന്ന് തുഴഞ്ഞിട്ട് കൊടുമ്പൂവൽ നമ്മുടെ നെഞ്ചിലാകെ അനുരാഗ കരിക്കുങ്ങൾ. പാട്ട് പാടിക്കഴിഞ്ഞാൽ ചൈനീസിൽ ഒരു പാട്ട് പാടാന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും അതൊന്ന് കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കുക കേട്ടോ. ഞാൻ മലയാളത്തിലെ പാടുള്ളൂ, ചൈനീസൊക്കെ ഉപ്പിലിട്ടു. മലയാളം കേട്ടോ, ചൈനീസൊക്കെ. എല്ലാം മനസ്സിലായി, മലയാളത്തിൽ പഠിപ്പോരെ. നന്ദിയോടി ഞാൻ സ്തുതി പാടിടും എൻ്റെ യേശുനാഥാ, എനിക്കായി നീ ചെയ്തൊരു നന്മയ്ക്കും ഇന്നു നന്ദി ചൊല്ലുന്നു ഞാൻ. താങ്ക് യു. അന്നയുടെ മധുരവേപ്പ് ചടങ്ങിലാണ് ഞാനും നിങ്ങൾക്ക് ഒരുമിച്ച് ഇവിടെ പങ്കെടുക്കുന്നത്. ഈ അന്ന ഞങ്ങളുടെ ഇച്ചാച്ചൻ്റെ ഏറ്റവും പെറ്റായിട്ടുള്ള കുട്ടിയായിരുന്നു. നല്ലൊരു ഭാഗ്യം ലഭിച്ചിട്ടുള്ള കുട്ടിയാണ്. അച്ഛൻ്റെ കൂടെ ഓളിനൊരു ഓപ്പറേറ്റർ പ്രശ്നമുണ്ടായിരുന്നു. ഞാനവിടെ ചെല്ലുമ്പോൾ അനാശായിട്ട് കുർബാന കഴിഞ്ഞ് തറവാട്ട് ചെല്ലുമ്പോൾ അന്നേനെ വിളിക്കുള്ളൂ, അവനെ വിളിക്കില്ല എന്നുള്ള പരാതി അവന് അന്ന് മുതലേ ഉണ്ട്. ചെല്ലുമ്പോൾ ഇവിടെയാണല്ലോ അവിടെ ചാച്ചൻ്റെ പെറ്റായിട്ട് നിൽക്കണം, അപ്പോൾ ഇവിടെ പേര് വിളിക്കും, അവനെ വിളിക്കില്ല എന്നുള്ള പരാതി അന്ന് മുതലേ ഓൾറൈറ്റിന് നിലവിലുണ്ട് എന്നുള്ളൊരു യാഥാർത്ഥ്യമാണ്. അത്രമാത്രം ഞങ്ങളുടെ സ്നേഹവാത്സല്യങ്ങൾ ഏറ്റുവാങ്ങി വളരാനായിട്ട് അവസരം ലഭിച്ചിട്ടുള്ള ഒരു ഭാഗ്യം ലഭിച്ചിട്ടുള്ള കുട്ടിയാണ് അന്ന. അവിടെ ഞാനപോലെ അവരുടെ പഠനകാലത്തിലും പാട്ടുകാലത്തിലുമൊക്കെ നന്നായി ശ്രദ്ധിച്ച് മുന്നോട്ട് പോകാനായിട്ട് സാധിച്ചു എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. അതിനേക്കാളൊക്കെ ഉപരിയായിട്ട് ഞങ്ങളുടെ കുടുംബത്തിൽ ഏറ്റവും ദൈവഭക്തി പ്രകടിപ്പിച്ചിട്ടുള്ള ഒരു പെൺകുട്ടി തന്നെയാണ്. എല്ലാ ദിവസവും കുർബാനയ്ക്ക് പോവുക, കുർബാന കൈക്കൊള്ളുക, ഇങ്ങനെ ഉള്ള ഒരു ജീവിതം ചെറിയ പ്രായം മുതൽ ഇപ്പോഴും നാട്ടിലുണ്ടെങ്കിൽ അത് മുടക്കം വരാതെ കുർബാനയ്ക്ക് പോവുക, പാട്ട് പാടുക, അതൊക്കെ ഒരു ജീവിതപരമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിച്ചതുകൊണ്ട് തന്നെയാണ് ജീവിതത്തിൽ വിജയികൾ കരസ്ഥമാക്കുന്നതിൻ്റെ പ്രധാന കാരണമാണ്. ജീവിതത്തിൽ വിജയിച്ചൊരു യുവതി വിവാഹത്തിലേക്ക് പ്രവേശിക്കുകയാണ്. ഡോക്ടറേറ്റ് കഴിഞ്ഞു. ഞാനൊരു ഹോസ്പിറ്റൽ നടത്തുന്ന കാര്യം കൊണ്ട് പുറത്തു പോയി പഠിച്ചിട്ട് വരുന്ന കുട്ടികളുടെ ഏറ്റവും നല്ല രീതിയിൽ വിജയിക്കാൻ സാധിച്ചു എന്നുള്ളത് ഈ ക്യാപ്റ്റൻ കഴിഞ്ഞ ഓരോ ആളുകൾക്കും പറ്റുന്നില്ല. 2-3 കൊല്ലം കഴിഞ്ഞ പരീക്ഷ പാസ്സാവാൻ കഴിയാതെ ട്രെയിനിയായിട്ട് നടക്കുന്ന ഡോക്ടർമാരെ ധാരാളം ഞാൻ നിത്യേന കാണുന്നത്. അതിന് വ്യത്യസ്തമായ ആദ്യ പരീക്ഷയിലാണ് പാസ്സായി. ഇനി പോസ്റ്റ് ഗ്രാജുവേഷന് വേണ്ടി ശ്രമിക്കാനും അവരുടെ കോഴ്സ് പൂർത്തിയാക്കാനും അപ്പോൾ ജീവിതത്തിൽ വിജയമായിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കാൻ സാധിക്കുകയാണ്. ഒരു നല്ല വരനെ ഞങ്ങൾക്ക് അവർക്ക് ഉണ്ടാക്കി കൊടുക്കാൻ സാധിച്ചു. നല്ലൊരു മിടുക്കനായിട്ടുള്ള സംഭവം തൃശ്ശൂർക്കാരനാണെങ്കിലും കണ്ണൂർ സെറ്റിൽ ചെയ്തിട്ടുള്ള ഒരു കുടുംബത്തിലെ ഒരു മകനെ തന്നെ ഞങ്ങൾക്ക് ഒരു വരദാനം പോലെ ലഭിച്ചു എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. ഇനി അവരുടെ കുടുംബജീവിതമാണ് ഇപ്പോൾ എല്ലാവരും നിങ്ങൾ ആശംസിക്കുന്നതാണല്ലോ. ഇനിയുള്ള കുടുംബജീവിതം ഏറ്റവും സന്തോഷകരമായി ഭവിക്കട്ടെ എന്ന് നമുക്ക് എല്ലാവർക്കും ആഗ്രഹിക്കാനും പ്രാർത്ഥിക്കാനൊക്കെ സാധിക്കും. ഏറ്റവും നല്ലൊരു കുടുംബജീവിതം എനിക്ക് നല്ലൊരു ഫാമിലിയായിട്ട് ജീവിക്കാനും നമുക്കൊക്കെ മാതൃകയാവാൻ ഇനിയുള്ള പുതിയ തലമുറയിലെ കുട്ടികൾക്കും നിലവിലുള്ള മാതാപിതാക്കൾക്കും പൊതുവന്മാർക്കും ഒക്കെ മാതൃകയാവാൻ സാധിക്കട്ടെ.
ഏറ്റവും അനുഗ്രഹപൂർണ്ണമായിട്ടുള്ള ഒരു കുടുംബജീവിതം എന്നെ നയിക്കാൻ സർവീസിൽ ഇടവരുത്തിട്ട് എന്നില്ല. സ്റ്റൈലും എല്ലാം അത് ആരെയോ ഇമിറ്റേറ്റ് ചെയ്തതാണെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. ആരെയാണ് എന്ന് ആർക്കെങ്കിലും ഒന്ന് ഗസ് ചെയ്യാൻ പറ്റും? ഡാൻസ് മാസ്റ്റർ വിക്രം എന്ന് പറയുന്നത് വിചാരിച്ച് കറക്റ്റ് ആയിട്ട് ഗസ് ചെയ്തു. ഇതാണ് ഉദ്ദേശിച്ചത്. വന്നത് സായി പല്ലവിനെയാണ് ഉദ്ദേശിച്ചത്. താങ്ക് യു. സജി കൂടെ ഒന്ന് പറയണമെന്ന് ഒരു താല്പര്യം പറഞ്ഞു. ഞാൻ ഹാൻഡ് ഓവർ ചെയ്യണം. Thank you. Such a beautiful girl, such a lovely character she has. Very holy, mixing with everybody. We are lucky that a few days she'll be mixed in. Thank you. Okay. Recent past 2 weeks back, moon man sometimes scientist. So currently he is working more with doctors than utilizing the technology. In the sense what he learned as a scientist in the moon are being used in the medicine industry. So what he motivates now is the doctors. നമ്മുടെ മുമ്പിൽ ഒരു സയന്റിസ്റ്റ് ഉണ്ട്, ഗ്രേഡ് ബി ഗ്രേഡ് സി. അയാൾ പറഞ്ഞത് എനിക്ക് ഒരു ഡോക്ടറായിട്ടൊരു ഇൻട്രാക്ഷൻ ഉണ്ടാവാൻ പറ്റില്ല ഫോർ എ ലോങ് ടൈം. ആഫ്റ്റർ 40-50 years only he came to see a doctor and where he understood the use of the technology in the medical line. Namra Annakutti is so capable of communicating. Very soon we are going to have in our family not a moon man, a Mars man or some other man. I wish Allah all the best. With her support, definitely he will be a bigger than a moon man, more famous than a moon man, and doesn't have to wait for 60 years. He will be in 20-30 years. We will have a wonderful person in our family. One thing I felt in that one was, എനിക്ക് ഇങ്ങനെ ഒരു മോൾ ഉണ്ടായില്ലല്ലോ എന്നുള്ളത്. She was so lovely with us and this one. എനിക്ക് ഇതുപോലെ ഒരു മോൾ ഉണ്ടായിട്ടില്ലാത്തതിന് എനിക്ക് ഭയങ്കര വിഷമം. Once again, are we ready? Let's dance. Beats over, it's a lucky man. It's a rush. ഇവൾക്കൊരുവൻ കേൾക്കുയച്ചേ